വിചിത്രമായ വസ്തുക്കളാണ് കഴിഞ്ഞ ഒരാഴ്ചയായി കാസർകോട്ടെ കടപ്പുറങ്ങളിൽ വന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫുട്ബോളിനും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്കും പിന്നാലെ പടുകൂറ്റൻ ഗ്യാസ് കണ്ടെയ്നറുകളാണ് കുമ്പളയിൽ ഇന്നലെ ഒഴുകിയെത്തിയത്. നാഞ്ചി കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികളാണ് തീരത്തടിഞ്ഞ ഗ്യാസ് കണ്ടെയ്നറുകൾ ആദ്യം കണ്ടത്. 3600 കിലോഗ്രാം സംഭരണശേഷിയുള്ള 3 കണ്ടെയ്നറുകളാണ് തീരത്തടിഞ്ഞത്. രാവിലെ ഒഴുകി വരികയായിരുന്നു, എന്താ സാധനം മനസ്സിലായില്ല. പിന്നെ കുറേ പേര് കൂടി നോക്കിയപ്പോഴാണ് ബോട്ട് എന്നൊക്കെ പറഞ്ഞ്, എന്നാലും ആരും വിശ്വസിച്ചില്ല. പിന്നെ അടുത്തെത്തിയപ്പോഴാണ് ഒരു പൊട്ടിത്തെറിക്കുന്ന ഒരു സാധനം എന്നാണ് മനസ്സിലായത്. കണ്ടെയ്നറുകൾക്കകത്ത് ഇന്ധനമുള്ളതിനെ പറ്റി വിദഗ്ധ പരിശോധന വേണമെന്നതിനാൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട്. പരിശോധിച്ചതിന് ശേഷം ഇത് ഡേഞ്ചറസ് അല്ല എന്ന് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ നമുക്കത് 102 CRPC പ്രകാരം സീസ് ചെയ്തിട്ട് അതിന് ആരെങ്കിലും ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അത് കോടതി ത്രൂ അവർക്ക് റിലീസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുമ്പളയിലും പരിസരങ്ങളിലുമായി റെഫ്രിജറേറ്റർ ഉൾപ്പെടെ നിരവധി ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളാണ് ലഭിച്ചത്. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ ഫുട്ബോളുകളായിരുന്നു തീരത്ത് ആദ്യം ഒഴുകിയെത്തിയത്. ആദ്യം കൗതുകത്തോടെയായിരുന്നെങ്കിലും ഇപ്പോൾ ആശങ്കയോടെയാണ് തിരയോടൊപ്പം എത്തുന്ന ഓരോ വസ്തുക്കളെയും തീരദേശവാസികൾ കാണുന്നത്. റിപ്പോർട്ടർ, കാസർഗോഡ്.